പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 2 ദിവസം എത്തിയിട്ട് ഇന്ന് നമ്മൾ പുറത്തേക്കൊക്കെ നടക്കാൻ പോകണം അച്ഛനുമായിട്ട്. അതുകൂടാതെ പാർവതിയുടെ ഇന്നത്തെ ഈ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടെയുള്ള ക്ലാസ്. ഇപ്പോൾ നാളെ മുതൽ വെക്കേഷനാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജോലി തിരക്കുകൾ കാരണം ഒത്തിരി വീഡിയോസ് മിസ്സായിട്ടുണ്ട്. കുറേ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാനും പറ്റിയിട്ടില്ല. സമയം പോലെ അതെല്ലാം നമുക്ക് ഇട്ട് നോക്കാം. ഇന്ന് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് നടക്കാൻ വാക്കിംഗ് പോകുന്നതും എൻ്റെ പാറു ഇന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മിക്കവാറും വല്ല കാറോ വല്ലതും ആയിരിക്കും വരിക. എന്തായാലും ഇതിൽ പോകുന്നതൊക്കെ ഒന്ന് കാണാം. കണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മൾ ഇന്ന് കിച്ചണിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. വീഡിയോ കിച്ചണിൽ തുടങ്ങുന്നത്. പാറു കണ്ട എല്ലാം റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. പാറു കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ? ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു. അമ്മ സ്പെഷ്യലായിട്ട് മുട്ടക്കറിയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി അശ്വതിയോട് ഇടിയപ്പമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും നടക്കാനൊക്കെ പോവാണ്. പറവൂന് പുറത്ത് വണ്ടിയിലാക്കിയിട്ട് ഞങ്ങൾ നടക്കാൻ പോകും കേട്ടോ. ഞാൻ വെച്ചത് അങ്ങനെ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. അച്ഛൻ നടക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നടക്കാൻ പുറത്തേക്ക് പോകണം. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതിനിപ്പോൾ പുറത്തേക്ക്? അങ്ങനെ പാറുവിൻ്റെ വണ്ടിയൊക്കെ വന്നു. പാറു പെട്ടെന്ന് ഇറങ്ങി കേട്ടോ, വണ്ടി താഴെ വന്നിട്ടുണ്ട്. അപ്പൂപ്പനും താഴോട്ട് പോവാണ് കേട്ടോ, നടക്കാൻ പോവാണ് അപ്പൂപ്പൻ. പാറു ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഹൈ പ്ലാസയുടെ ചുറ്റും ഇങ്ങനെ വാക്ക് ചെയ്യണം. അച്ഛൻ എല്ലാ ദിവസവും രാവിലെ നടക്കണമെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് നമ്മളെ കൊണ്ട് അച്ഛൻ ഇറങ്ങിയിരിക്കുകയാണ്. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര? ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിരുന്നു. ഫ്ലൈറ്റ് കയറിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റ് കയറിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഫസ്റ്റ് ആദ്യമായിട്ടായിരുന്നു. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. ആദ്യത്തെ വിമാനയാത്ര. വന്നിറങ്ങിയ നേരെ സൗദി അറേബ്യയിൽ. അപ്പോൾ അതായത് ഡയറക്റ്റ് ആയിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നല്ലേ? കയറുമ്പോഴാണ് ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട്? ഇറങ്ങുമ്പോൾ ഒരു പേടിയല്ലേ? കയറുമ്പോൾ ഒരു സ്വല്പം പ്രശ്നം ഉണ്ടായിരുന്നതേ ഉള്ളൂ. നമ്മളെ ചെവിയൊക്കെ ചെറുതായിട്ട് അടഞ്ഞ് അതൊന്ന് പൊങ്ങുമ്പോൾ കുറച്ച് നേരം നടയും. ഞാൻ എന്തായാലും ആദ്യത്തെ വിമാനയാത്രയൊക്കെ പൂർത്തിയാക്കി നേരെ സൗദി അറേബ്യയിലെത്തി. അതായത് വളരെ സന്തോഷം. ഇനി കുറച്ച് നാളുണ്ടാവും. ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് പോകത്തുള്ളൂ. അമ്മയുണ്ട്, അമ്മ വീട്ടിലാണ്. അമ്മ നടക്കാൻ വന്നില്ല. അച്ഛനുണ്ട്. നിങ്ങൾ നേരെ കരുവറ്റയിൽ നടക്കുന്ന പോലെ അതിന്റെ തന്നെ ഒരു പ്രതീതി. ഇവിടുത്തെ കാലാവസ്ഥ എങ്ങോട്ട്? ഇപ്പൊ കാലാവസ്ഥ നല്ല സൂപ്പർ. അടിപൊളി അല്ലേ? അടിപൊളി. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ മാറും. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ചൂട് കൂടും. കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂട് വരും. കാറ്റുണ്ട്. അതെ, ഇവിടെ കാറ്റുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പൊ ഏതാണ്ട് സമയം 7 രൂപയായി കേട്ടോ. എന്താ നല്ല വെളിച്ചമൊക്കെ വീണു. 7 രൂപയായി. പക്ഷെ ഇവിടെ ആൾക്കാർ കുറവാണ്. കാര്യം ഈ നോമ്പ് ഇല്ല, ഇത് നോയമ്പാലമായതുകൊണ്ടാണ്. എല്ലാവരും ഇപ്പം ഉറക്കമൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോയമ്പല്ല നല്ല തിരക്കാണ്. ഇപ്പോൾ അങ്ങനെ നോയമ്പാലമായതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. നടക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അങ്ങ് വരെ കിടക്കുകയാണ്. അതെ, നല്ല നീറ്റാണല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ചുറ്റും ഒരു റൗണ്ട് അടിക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നടന്നിട്ട് വിയർക്കുന്നില്ലല്ലോ അല്ലേ? തണുപ്പുള്ളോട്ട് വിയർപ്പില്ല. സുഖമായിട്ട് നടക്കാൻ പറ്റി. എന്തായാലും ഇനി കംപ്ലീറ്റ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകണം. എന്തായാലും അരമണിക്കൂറോളമായി. എന്നിട്ട് നമ്മൾ നടന്നൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. എല്ലാം കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ചോക്ലേറ്റ് മുട്ടക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ കുറച്ച് ഇരിപ്പുകൊണ്ട് ഇനി ബാക്കി ആരൊക്കെയോ കഴിക്കാനുണ്ടെന്ന് തോന്നുന്നു. അടുക്കളയിൽ തകൃതിയായിട്ട് വരാൻ എന്തൊക്കെ നടക്കും നോക്കിയിട്ട് വരാം. അടുക്കളയിൽ എന്തോ ഒന്ന് നോക്കാൻ പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ ഇന്ന് പരിപാടി ഇതാ ചിക്കൻ, പിന്നെ അതേപോലെ ചീര, ചിക്കൻ പീസുണ്ട്, ചിക്കന്, ചീര, അതേപോലെ കണ്ട അമ്മ ഇവിടെ ഇതരിയുന്നു. ഇന്ന് ഇതെന്താമേ? ക്യാരറ്റും കുക്കുമ്പറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ സലാഡ് ഉണ്ടാക്കാം. ഒരു അടിപൊളി ചീര കിട്ടി. ചീര കൊണ്ടുവന്ന നാട്ടിൽ നിന്നല്ലേ? നാട്ടിൽ ചീരയാണ്. നല്ല വീട്ടിലുണ്ടായ ചീരയാണ്. നല്ല അടിപൊളി ചീര. കരുവാറ്റയിലെ ചീരയാണ്. പിന്നെ ചക്കക്കുരു അവിയലല്ല, അതിൽ കുറച്ച് ചക്ക കുറച്ച് റെഡിയാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ദിവസം എടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഒത്തിരി പേര് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച് തീർക്കും. എന്താ ചക്ക റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കുംബറും ക്യാരറ്റും തക്കാളിയും ഇത് മല്ലിയിലയുണ്ടോ? മല്ലിയില കിട്ടുന്ന നല്ല അടിപൊളി സലാഡ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഉച്ചയൊന്നും ആയിട്ടില്ല. എങ്കിൽ സലാഡ് റെഡി ആയതുകൊണ്ട് അമ്മ ഇവിടെ സലാഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി അരിയുന്നുണ്ട് അടുത്ത ചിക്കന് വേണ്ടി. അശ്വതി ചിക്കനൊക്കെ റെഡിയാക്കുന്നു. ചീരയൊക്കെ ഉണ്ട് സെറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ സലാഡ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
പച്ചയ്ക്ക് സലാഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒന്നുമില്ലാതെ. തൈര് കഴിക്കാനായിട്ട് നല്ല ഇങ്ങനെ കഴിക്കുന്ന കുക്കുംബറും ക്യാരറ്റും തൈരിൻ്റെ ആവശ്യമില്ല. കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അടിപൊളി. ചിക്കൻ കൊണ്ട് ഉള്ളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി ഒന്ന് ഓഫീസിലേക്ക് ഒന്ന് പോകാൻ വിചാരിച്ചു. അച്ഛനെ ഓഫീസൊക്കെ ഒന്ന് കാണിക്കാം. അച്ഛൻ റെഡിയായിട്ട് വരുന്നുണ്ട്. നേരെ ഒന്ന് ഓഫീസിലോട്ട് പോവാണ്. ആള് റെഡിയാകാൻ പോയിക്കാണ് ഇപ്പോൾ വരും കേട്ടോ. അച്ഛൻ എത്തിയിട്ടുണ്ട്. നേരെ പോകാം ഓഫീസിലേക്ക്. കാലാവസ്ഥ വേഗം മാറിയില്ലേ അല്ലേ? നല്ല വെയിലായില്ലേ? രാവിലെ നല്ല തണുപ്പായിരുന്നു. രാവിലെ തണുപ്പായിരുന്നു. ഇപ്പം നേരിട്ട് ടോട്ടലി മാറി. ഇപ്പം നല്ല വെയിലായി. 11 മണിയൊക്കെ ആയല്ലോ, നല്ല വെയിലായി. പക്ഷെ വൈകിട്ടാകുമ്പോൾ തിരിച്ച് ഇതേപോലെ തന്നെ ആവും. നേരെ ഓഫീസിലോട്ട് പോവുകയാണ്. ഇവിടെ നടന്നു മാടത്തുള്ളൂ, തൊട്ടടുത്താണ്, ഓപ്പോസിറ്റാണ്. പുറത്തോട്ടിറങ്ങിയപ്പോഴേ നല്ല ക്ലാരിറ്റി ആയിട്ടോ. മൊബൈലൊക്കെ നോക്കി വെയിലും ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ലൈറ്റിങ്ങൊന്നും ആവശ്യമില്ല, നല്ല ലൈറ്റാണ്. അങ്ങനെ നേരെ ലിഫ്റ്റിൽ കയറി നേരെ ഓഫീസിലേക്ക്. എങ്ങനെയുണ്ട് ഓഫീസൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, അങ്ങനെ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് പുറത്തേക്കൊന്ന് പോവാണ്. ഒന്ന് പുറത്തുനിന്ന് പോയി കറങ്ങിയിട്ട് വരാം അല്ലേ? ഇറങ്ങിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കറങ്ങി എന്നിട്ട് വീട്ടിൽ പോയി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. വീട്ടിൽ തകൃതിയായിട്ട് ഉച്ചയ്ക്ക് എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കഴിക്കാം. ഇപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ തിരക്കുകളൊക്കെ കണ്ടില്ലേ അല്ലേ? റോഡിലോട്ട് ഇറങ്ങി കണ്ടാൽ തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ടൊയോട്ട സിഗ്നലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ ഞാൻ വെച്ച് നോക്കി ഇങ്ങനെ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ടിങ്. ഇപ്പോൾ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നാട്ടിലേക്കടെ ഒത്തിരി വ്യത്യാസമില്ലേ? നല്ല നീറ്റ് സിറ്റിയാണ് അല്ലേ? ആ, എങ്കിൽ ഇതിലും നീറ്റാണ്. നമ്മൾ ഇവിടെയൊക്കെ പോയി റിയാദ്, കോബാർ കുറച്ചും കൂടെ ഇതിലും നല്ല വൃത്തിയാണ്. ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിഗ്നൽസ് സംവിധാനം ഉള്ളതുകൊണ്ട് കുറച്ച് അപകടങ്ങളൊക്കെ ഒഴിവാക്കി വളരെ നല്ല രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ ഇത് ചില സ്ഥലത്തേ ഉള്ളൂ ഈ സിഗ്നൽ. അത് കഴിഞ്ഞാൽ പിന്നെ റൗണ്ട് അബൌട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇപ്പോൾ ഈ തിരക്ക് സമയമാകുമ്പോഴൊക്കെ, ഇപ്പോൾ ഈ ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ നല്ല തിരക്കാണ്. റമദാൻ സമയമൊക്കെ ആയണ്ടേ, അതാണ്. നമ്മളിങ്ങനെ കറങ്ങി ടൊയോട്ട ഷോറൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. കാറിൻ്റെ ഷോറൂം എങ്ങനെയുണ്ടാ വെച്ചാൽ കാറിൻ്റെ ഷോറൂമൊക്കെ ഇവിടെ? അടിപൊളി, നല്ല സ്റ്റാൻഡേർഡ്. അല്ല, അടിപൊളി. എല്ലാ വെഹിക്കിളും ഉണ്ട്. വെഹിക്കിൾസ് എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറേ വെഹിക്കിളൊക്കെ കയറിക്കണ്ട. അകത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കറങ്ങി നേരെ പാണ്ടയിൽ എത്തിയിരിക്കുക കേട്ടോ. പാണ്ടയിൽ കുറച്ച് പച്ചക്കറി വാങ്ങണം. എന്തായാലും പാണ്ടയിലോട്ടൊന്ന് പോയി നോക്കിയേക്കാം അവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ പാണ്ടയിലെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ വീട്ടിലോട്ട് ഉച്ചയായി കേട്ടോ. വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കാം. എന്താ ഓക്കെ അല്ലേ? അങ്ങനെ ഞങ്ങളൊരു റൗണ്ടൊക്കെ ദമാമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ അവസാനം പാണ്ടയിൽ വന്ന് കുറച്ച് പഴവും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അങ്ങനെ വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.